ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. 1 കോടി രൂപ ഉണ്ടാക്കാനുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മളിട്ട് വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഫണ്ടിൻ്റെ പേര് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് എന്നായിരുന്നു. ഈ ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറിയിൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിനേക്കാൾ നന്നായി ഇപ്പോൾ പെർഫോം ചെയ്യുന്നത് HDFC ഫ്ലെക്സി ക്യാപ്പ് അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിനെ പറ്റി അതിൽ പറഞ്ഞത്? എന്തുകൊണ്ട് HDFC ഫ്ലെക്സി ക്യാപ്പിനെ പറ്റി പറഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പും HDFC ഫ്ലെക്സി ക്യാപ്പും നമ്മളൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാ ഡേറ്റ പോയിന്റുകൾ വെച്ചും അതിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് വെച്ചും അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ചും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കുകളുടെ ഒരു പൊട്ടൻഷ്യലും ഒക്കെ കൺസിഡർ ചെയ്ത് ഏത് ഫണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണാം. ഇത്തരം കമ്പാരിസൺ വീഡിയോകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. കൂടുതൽ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കമ്പാരിസൺ വീഡിയോകൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികച്ച റേറ്റിംഗുള്ള 2 ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ തന്നെയാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ്, HDFC ഫ്ലെക്സി ക്യാപ്പ്. ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലാർജ്, മിഡ്, സ്മോള് ആയിട്ടുള്ള എല്ലാതരം സ്റ്റോക്കുകളിലും ഒരു ഫണ്ട് മാനേജറുടെയും ആ ഫണ്ട് മാനേജ്മെൻറ്റ് ടീമിൻ്റെയും ഒരു ഡയറക്ഷൻ അനുസരിച്ച് ഫ്ലെക്സിബിലിറ്റിയോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഫണ്ടുകളാണ് ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 500 കമ്പനികളുടെ ഒരു ആവറേജ് റിട്ടേൺ ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുടെ ഒരു പെർഫോമൻസ് ആളുകൾ കമ്പയർ ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് ഈ 2 ഫണ്ടുകളുടെയും ഒരു ഇൻവെസ്റ്റർ ഫിലോസഫിയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ്, അതായത് നല്ല സ്റ്റോക്കുകൾ ചെറിയ വാല്യുവേഷനിൽ കിട്ടുമ്പോൾ വാങ്ങുകയും അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ, ഇന്ത്യക്ക് പുറമേയുള്ള രാജ്യങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബൈ ആൻഡ് ഹോൾഡ്, നമ്മൾ വാങ്ങി കുറേ കാലം സൂക്ഷിച്ച് അതിൻ്റെ വില അതിൻ്റെ പൊട്ടൻഷ്യലിലേക്ക് എത്തുന്ന ഒരു സമയം വരെയും ഹോൾഡ് ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരു ലോങ് ടേം ഔട്ട്ലുക്കുള്ള ഒരു ഫണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഒരു ലോങ് ടേം ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒരു 5 അതിൽ കൂടുതലോ വർഷത്തേക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യോജിക്കുന്ന തരത്തിലുള്ളൊരു ഫണ്ടായിട്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിനെ ഞാൻ കാണുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ റിസർച്ച് അനുസരിച്ച്, അതായത് കൃത്യമായിട്ട് സ്റ്റോക്കുകളെ അതിൻ്റെ ഫണ്ടമെൻ്റൽ ക്വാളിറ്റീസ് മനസ്സിലാക്കി കുറേ കാലം ഹോൾഡ് ചെയ്യുന്നതിനായിട്ട് വാങ്ങി വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം പുറമേക്ക് ഒഴിവാക്കുകയും ആഡ് ചെയ്യും, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ടേൺ ഓവർ കുറച്ചുകൊണ്ട് ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പരാഗ് പരീഖ് നന്നാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതേസമയം തന്നെ HDFC ഫ്ലെക്സി ക്യാപ്പ് എല്ലാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം തന്നെ ഇന്ത്യക്കുള്ളിലുള്ള കമ്പനികളിലാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസമാണ് പരാഗ് പരീഖുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ളത്. അതേസമയം തന്നെ ഒരു വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് പകരമായിട്ടൊരു റീസണബിൾ പ്രൈസിൽ കിട്ടിയാൽ പോലും ഗ്രോത്ത് ഉള്ള കമ്പനികളെ വാങ്ങി അതിനെ വിറ്റുകൊണ്ട് പെട്ടെന്ന് ഒരു ഗെയിൻ ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ പെർഫോമൻസുകളെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തെ റിട്ടേണിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ ലാസ്റ്റ് ഒരു വർഷത്തെ റിട്ടേൺ 18.23%, HDFCയുടെ 15.22%. കഴിഞ്ഞ 2 വർഷത്തെ റിട്ടേൺ 24.1% പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിന്. HDFC ഫ്ലെക്സി ക്യാപ്പിന് 27.54%. ലാസ്റ്റ് 3 വർഷം 22.1% നേട്ടം തന്നിട്ടുള്ള പരാഗ് പരീഖിനേക്കാൾ 3 പെർസെൻറ്റേജ് പോയിൻറ്റുകൾ കൂടുതലാണ്. അതായത് 25.59% ലാസ്റ്റ് 3 വർഷമായിട്ട് HDFC തന്നിട്ടുള്ളത്. ലാസ്റ്റ് 5 വർഷവും HDFC 30.26 എന്നുള്ള ഹാൻസം റിട്ടേൺ തന്നിട്ടുണ്ട്. അതേസമയം പരാഗ് പരീഖ് 27.21 എന്ന് പറഞ്ഞിട്ടുള്ള റിട്ടേണാണ് തന്നിട്ടുള്ളത്. 7 വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 19.17 HDFC ഫ്ലെക്സി ക്യാപ്പിനുള്ളത്, 20.56 പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിനുള്ളത്. ലാസ്റ്റ് ഒരു 10 വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 18.35 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്ന പരാഗ് പരീഖിനേക്കാൾ ഒരു 2% താഴെയാണ്. അതായത് 16.49 ഒരു ആവറേജ് 10 ഇയർ റിട്ടേൺ കാണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് പോകുന്ന സമയത്ത് പരാഗ് പരീഖിന് എന്തുകൊണ്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഒരു 3 വർഷം അതിനുള്ളിലൊക്കെ മാത്രമാണ് നമ്മളതിൻ്റെ ഒരു പെർഫോമൻസ് വാല്യുവേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ HDFC ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മളെപ്പോഴും ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ് വെച്ചിട്ട് വേണം ഇത്തരം ഫണ്ടുകളിൽ നിക്ഷേപിക്കാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഞാനൊക്കെ 10 വർഷത്തോളമായിട്ട് ഈ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ് പരാഗ് പരീഖിൽ. അതേസമയം തന്നെ
1995 ലോഞ്ച് ചെയ്തിട്ടുള്ള HDFC ഫ്ലെക്സി ക്യാപ്പ് ഞാൻ എൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമുക്ക് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണ്. അതായത് അന്ന് ഇതിൻ്റെ പേര് HDFC ഇക്വിറ്റി ഫണ്ട് എന്നായിരുന്നു. 2004-2010 വരെയുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ ഈ ഫണ്ട് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. റിസ്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഒരു ലോ വോളാറ്റിലിറ്റി അല്ലെങ്കിൽ ലോ ബീറ്റ കൈൻഡ് ഓഫ് ഫണ്ടാണ് എന്ന് പറയാം. അതായത് ഒരു സ്റ്റെബിലിറ്റി കൂടുതലുള്ള തരത്തിലുള്ള ഫണ്ടാണ്. നമുക്ക് മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനേക്കാൾ കുറവ് മാത്രമേ ഇത് ഇടിവ് വരാറുള്ളൂ. അതേസമയം HDFC ഫ്ലെക്സി ക്യാപ്പ് ഒരു വൊളാറ്റിലിറ്റി പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ കൂടിയ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ കാണിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിലും പരാഗ് പരീഖ് ഒരു ബെറ്റർ ആയിട്ടാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. 0.62% ആണ് എക്സ്പെൻസ് റേഷ്യോ. അതായത് നമ്മൾ 1 ലക്ഷം രൂപ ഒരു വർഷം നമ്മൾ ഇടുമ്പോൾ പരാഗ് പരീഖ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി 620 രൂപ നമ്മളറിയാതെ തന്നെ ഇതിൻ്റെ ചാർജുകളായിട്ട് നമ്മളിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അതേസമയം തന്നെ HDFC ഫ്ലെക്സി ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു 740 രൂപ, ഏകദേശം ഒരു 100 രൂപയോളം നമുക്ക് 1 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ കൂടുതൽ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ഡയറക്റ്റ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് ആണ് കേട്ടോ. ഡയറക്റ്റ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അതാത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പെൻസ് ആണ്. ഇത് നിങ്ങൾ ഒരു ബ്രോക്കർ വഴി അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് വഴി അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ പല ചാനലിലും കാണുന്ന ഇൻവെസ്റ്റർ അഡ്വൈസർമാർ വഴിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കമ്മീഷനായിട്ടുള്ള ഒരു 1000 രൂപ കൂടെ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ റുപ്പിമങ്ക് എപ്പോഴും പറയാറുള്ളത് പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് ഒരു ലോങ് ടേമിലേക്ക് വളരെ നേട്ടം തരും. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഡയറക്റ്റ് ഫണ്ടുകൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാഗ് പരീഖ് ഫണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫണ്ടുകളിൽ പെട്ടൊന്നാണ്. 98,000 കോടിയാണ് ഇതിൻ്റെ അസറ്റ് വാല്യൂ, നെറ്റ് അസറ്റ് വാല്യൂ. അതേസമയം തന്നെ HDFC ഫ്ലെക്സി ക്യാപ്പും അത്ര മോശമല്ല, 74,000 കോടി രൂപ നെറ്റ് അസറ്റുള്ള ഒരു കമ്പനി. മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള സ്റ്റോക്കുകളുടെ ഒരു കോമ്പിനേഷനാണല്ലോ. അതായത് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റർമാർ നിക്ഷേപിക്കുന്ന തുക കൂട്ടിവെച്ച് ഇവരുടെ കയ്യിലുള്ള ഇവരുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ വാങ്ങുകയും സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഔട്ട്ലുക്ക് മോശമാകുന്ന സമയത്ത് അത് വിറ്റ് ലാഭമെടുത്ത് മറ്റുള്ള സ്റ്റോക്കുകളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു ലോങ് ടേം കോമ്പൗണ്ടിങ് എഫക്റ്റ് തരുന്ന തരത്തിലുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണല്ലോ ഈ മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ പെർഫോമൻസ് നിർണ്ണയിക്കുന്നത് അതിലുള്ള സ്റ്റോക്കുകളും അതിലുള്ള ഇൻസ്ട്രുമെൻസുമാണ്. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിന് ഇന്ത്യയിലും ഇൻ്റർനാഷണലുമായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഹോൾഡിങ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ HDFC ബാങ്കിൽ 8.3%, ബജാജ് ഹോൾഡിങ്സിൽ 6.4%, പവർ ഗ്രിഡിൽ 6.04%, കോൾ ഇന്ത്യയിൽ 5.8%, ICICI ബാങ്കിൽ 5.07%, ITCയിൽ 4.55%, മെറ്റ നമ്മുടെ ഫേസ്ബുക്ക് കമ്പനിയിൽ 2.78%, അൽഫബറ്റ് ഗൂഗിളിൻ്റെ കമ്പനിയിൽ 2.57%, മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോക്കുകൾ 2.4%, ആമസോണിൻ്റെ സ്റ്റോക്കുകൾ 2.7% ഇവർ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ഇവരുടെ ഡേറ്റ ഷീറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനികളിലും വിദേശ കമ്പനികളിലും ഒരേപോലെ നിക്ഷേപിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫോളോ ചെയ്യുന്നത്. HDFC ഫ്ലെക്സി ക്യാപ്പ് ICICI ബാങ്കിൽ 9.4%, HDFC ബാങ്കിൽ 9.35%, ആക്സിസ് ബാങ്കിൽ 8.48%, കോട്ടക് ബാങ്കിൽ 4.32%, SBI ലൈഫിൽ 4.65%, മാരുതിയിൽ 4.13%, സിപ്ലയിൽ 4.12%, ഭാരതി എയർടെല്ലിൽ 2.89%, പിരമൽ എൻ്റർപ്രൈസിൽ 2.32% ഒക്കെ നിക്ഷേപിച്ചിട്ടുള്ള നിങ്ങൾ HDFC ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ 100 രൂപയും അതിൻ്റെ SIP എമൗണ്ട് എന്നുള്ള രീതിയിൽ ഓരോ മാസവും 100 രൂപയും വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലോക്ക് ഇൻ പീരീഡ് ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നിട്ട പൈസ നമ്മളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്ന് രണ്ടാമത്തെ ദിവസം അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം നമുക്ക് പിൻവലിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ വേണ്ട ഒരു സംഗതികൾ ഒരിക്കലും നമ്മൾ ഇത്തരം ഫണ്ടുകളിൽ ഇടരുത്. അതേസമയം തന്നെ പരാഗ് പരീഖിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം 1000 രൂപ വൺ ടൈം നിക്ഷേപങ്ങളായിട്ട് സ്വീകരിക്കും. SIPയും 1000 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു 5000 രൂപ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും അടുത്ത ഒരു 10 വർഷം അതായത് 120 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് 1,25,000 രൂപയാണ്. ഇങ്ങനെ ലാസ്റ്റ് ഒരു 10 വർഷം ഇതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഈ 1,4 ലക്ഷം രൂപ
3 ലക്ഷം, അതായത് ഏകദേശം 3 ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡാണ് പരാഗ് പരീഖിനുള്ളത്. അതേസമയം തന്നെ സെയിം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 5000 രൂപ ആദ്യം നിക്ഷേപിക്കുക, തുടർന്ന് 10 വർഷം 1000 രൂപ വെച്ച് SIP ആയിട്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്ന 1.25 ലക്ഷം രൂപ. HDFC ഫ്ലെക്സി ക്യാപ്പിലാണ് ലാസ്റ്റ് 10 വർഷം മുൻപ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 3,60,685, അതായത് 3 ഇരട്ടിയേക്കാൾ താഴ്ന്നിട്ടുള്ളൊരു തുകയാണ് ലഭിക്കുന്നത്. ഇത് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മ്യൂച്വൽ ഫണ്ടുകളിലെ നിക്ഷേപം, ഈ 2 മ്യൂച്വൽ ഫണ്ടിലായാലും നിക്ഷേപം നമ്മളൊരു 5 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് ആക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ്, അതുപോലെ ഇക്വിറ്റി നിക്ഷേപങ്ങളുടെ ഒരു ഗ്രോത്തിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം ഫണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. മറ്റൊരു കാരണം കൂടെയുണ്ട്, നമ്മൾ ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ പറയുന്നതിനായിട്ട് മറ്റൊരു കാരണം കൂടെയുണ്ട്. അതാണ് ഈ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള തുക 1 വർഷത്തിനുള്ളിൽ ഒക്കെ പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, HDFC ഫ്ലെക്സി ക്യാപ്പിൻ്റെ കാര്യത്തിൽ 1 വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിൻവലിക്കുന്ന തുകയുടെ 1% നമ്മൾ ഫൈനായിട്ട് കൊടുക്കണം. അതേസമയം തന്നെ പരാഗ് പരീഖിൻ്റെ കാര്യത്തിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള തുകയുടെ 10% കൂടുതലാണ് നമ്മൾ പിൻവലിക്കുന്നത് എന്നുണ്ടെങ്കിൽ, 1 വർഷത്തിനുള്ളിൽ ആണ് നമ്മൾ നിക്ഷേപിച്ചത് പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2% എക്സിറ്റ് ലോഡ് കൊടുക്കണം. 2 വർഷത്തിനുള്ളിലാണ് എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം യൂണിറ്റുകൾ നമ്മൾ പിൻവലിക്കുമ്പോൾ 1% എക്സിറ്റ് ലോഡ് കൊടുക്കണം. അതായത് എക്സിറ്റ് ലോഡിൻ്റെ കാര്യത്തിൽ പരാഗ് പരീഖ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് എന്ന് ചുരുക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു എബോവ് ആവറേജ് റിസ്ക് എടുത്ത് ഒരു എബോവ് ആവറേജ് റിട്ടേൺ നേടുന്നതിനായിട്ട് HDFC ഫ്ലെക്സി ക്യാപ്പും, ഒരു ആവറേജ് റിസ്ക് എടുത്ത് എബോവ് ആവറേജ് റിട്ടേൺ നേടുന്നതിനായിട്ട് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പും ആണ് നന്നാവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റോഷി ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫണ്ട് മാനേജറാണ് HDFC ഫ്ലെക്സി ക്യാപ്പ് ഇപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജീവ് ടക്കറും ചർച്ചന്താനിയുമാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് പരാഗ് പരീഖ് നന്നാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഇത് നന്നായിരിക്കും. ഒരു വാല്യൂ ഓറിയൻറ്റഡ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ലോ വോളാറ്റിലിറ്റി ആഗ്രഹിക്കുന്ന ലോങ് ടേം നിക്ഷേപകർക്ക് ഐഡിയൽ ആയിട്ടുള്ളൊരു ഫണ്ടായിട്ടാണ് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് കാണുന്നത്. അതേസമയം തന്നെ ഒരു അഗ്രസീവ് ലോങ് ടേം ഇൻവെസ്റ്റർക്ക് ഒരു ഉയർന്ന ഗ്രോത്ത് പൊട്ടൻഷ്യലോട് കൂടി നിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഫണ്ടാണ് ഈ HDFC ഫ്ലെക്സി ക്യാപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ മാത്രമേ നിക്ഷേപിക്കുന്നുള്ളൂ എന്നുള്ള ഡൗൺ സൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഉയർന്ന നിലയിലേക്ക് പോകാൻ സാധ്യതയുള്ള സമയങ്ങളാണ് മുൻകൂട്ടി ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഈ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതും തെറ്റുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഒരു സ്ലൈറ്റ്ലി മോർ റിസ്ക് എടുത്ത് ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ നേടുന്നതിനായിട്ട് HDFC ഫ്ലെക്സി ക്യാപ്പും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും മുൻപ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ മുൻപ് ഈ ഫണ്ടുകൾ തന്നിട്ടുള്ള റിട്ടേണിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അസസ്മെൻ്റ് ആണ്. പാസ്റ്റ് പെർഫോമൻസ് ഭാവിയിലുള്ള ഒരു പെർഫോമൻസിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് നിങ്ങൾ കാണരുത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ഒരു വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 2 ഫണ്ടുകളിലും ഒരു ഹൈ റിസ്ക് ഉള്ള ആളുകൾ, ഹൈ റിസ്ക് എടുക്കാൻ സാധിക്കുന്ന ആളുകൾ ഒരു ലോങ് ടേം നിക്ഷേപത്തിനായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഫണ്ടുകൾ എന്തുകൊണ്ട് ചില ഫണ്ടുകൾ ചിലർക്ക് സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചിലർക്ക് നല്ലതാവും എന്ന് പറയുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ഒരു ഫിനാൻഷ്യൽ അവസ്ഥയ്ക്കും അവരുടെ ഗോളുകൾക്കും അവരുടെ മറ്റുള്ള നിക്ഷേപങ്ങൾക്കും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ഏത് ഫണ്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് അത്തരമൊരു ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സജഷൻസ് തരാൻ നമുക്ക് സാധിക്കും. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് അത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റിനൊപ്പം തന്നെ ഗ്ലോബലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഫേസ്ബുക്ക് പോലുള്ള ഗൂഗിൾ പോലുള്ള കമ്പനികളിൽ കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് താരതമ്യേന കുറഞ്ഞ വോളാറ്റിലിറ്റിയിൽ ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഡൗൺ സൈഡായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഉയർന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പരാഗ് പരീഖ് ആ ഒരു ബെഞ്ച് മാർക്കിനൊപ്പം എത്താൻ കഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ഗ്ലോബൽ എക്സ്പോർട്ടറും ഇവരുടെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ചും കാരണം വരുന്നതാണ്. ഇവരുടെ ഒരു മറ്റൊരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എക്സിറ്റ് ലോഡുകൾ കുറച്ച് കൂടുതലാണ് എന്നുള്ളൊരു ഡൗൺ സൈഡും തീർച്ചയായിട്ടും ഉണ്ട്. അതേ സമയം തന്നെ HDFC ഫ്ലെക്സി ക്യാപ്പ് ഒരു സ്ട്രോങ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫോക്കസിൽ വർക്ക് മ്യൂച്വൽ ഫണ്ടാണ്. അതായത് ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്ന എല്ലാ കമ്പനികളെയും അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് മികച്ചൊരു നേട്ടം തരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഒരു റീസെൻറ്റ് പാസ്റ്റിൽ ഒരു 3 വർഷം അതിനുള്ളിലുള്ള സമയത്ത് വളരെ മികച്ച റിട്ടേൺ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ടോപ്പ് ലെയറിൽ നിൽക്കുന്ന ഒരു ഫണ്ടാണ്. ഇപ്പോഴും ഒരു
ആവറേജിനേക്കാൾ ഉയർന്ന റിട്ടേൺ തന്നിട്ടുള്ള ഒരു ലോങ്ങർ ട്രാക്ക് റെക്കോർഡുള്ള 95 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ ഇത് പരാഗ് പരീഖിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വൊളാറ്റിലിറ്റി കൂടുതലുള്ള, അതല്ലെങ്കിൽ റിസ്ക് താരതമ്യേന കുറച്ച് കൂടുതലുള്ള ഒരു ഫണ്ടാണ്. അതുപോലെ എക്സ്പെൻസ് റേഷ്യോയും ഇതിന് കുറച്ച് കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന, ഒരു ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേബിൾ ഇൻവെസ്റ്റർ പരാഗ് പരീഖ് കൺസിഡർ ചെയ്യായിരിക്കും നല്ലത്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ലോങ് ടേമിലേക്ക് താരതമ്യേന കുറഞ്ഞ വൊളാറ്റിലിറ്റിയിൽ ഒരു സ്റ്റേബിൾ റിട്ടേൺ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പരാഗ് പരീഖ് നന്നാവും എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ്. അതേസമയം തന്നെ ഒരു ഇന്ത്യ സെൻട്രിക് ആയിട്ട് ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ, കുറച്ച് കൂടിയ റിസ്ക് എടുത്താലും കൂടിയ റിട്ടേൺ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഡൊമസ്റ്റിക് കമ്പനികൾ, ഇന്ത്യയിലെ കമ്പനികൾ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ് നന്നാവുക. രണ്ട് ഫണ്ടുകളും മികച്ച ഫണ്ടുകളാണ്, ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറിയിലുള്ള ഏറ്റവും മികച്ച ഫണ്ടുകളാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, മിനിമം ഒരു 5 വർഷമെങ്കിലും ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ താല്പര്യമുള്ള, ഒരു ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്ന, ലോങ് ടേം ഒബ്ജക്റ്റീവ് ഉള്ള ആളുകൾ മാത്രം ഇത്തരം ഫണ്ടുകൾ നിക്ഷേപിക്കുക. അല്ലാത്തവരെ കുറച്ചുകൂടെ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഫണ്ടുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. എന്തുകൊണ്ടും മികച്ച 2 ഫണ്ടുകൾ കമ്പയർ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതലും ഷെയർ ചെയ്യാനും പരിഗണിക്കാവുന്നതാണ്. ഇത്തരം വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക.